സർപ്രൈസ് സമ്മാനങ്ങളും പണികളുമായിട്ടുള്ള ഫൺ ഫാൽമയുടെ ഫൺ റൈഡ് എന്നുള്ളത് ചേർന്നല്ലൂരാണ്. അപ്പോൾ ഇന്നത്തെ ഫൺ റൈഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ തീർച്ചയായിട്ടും നീനി ചേച്ചി നമ്മൾ ഓൾറെഡി വെൽക്കം ചെയ്ത് കഴിഞ്ഞു. ചേച്ചി അല്ല, ആക്ച്വലി ടീച്ചറാണ് അല്ലേ. സോ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ആർക്കാണ് പണി കൊടുക്കാനുള്ള എന്ത് പണിയാണെന്നൊക്കെ അറിയാനുള്ള സമയം കൂടിയാണ് അല്ലേ. അപ്പോൾ പണി കിട്ടാൻ പോകുന്ന ആളുകൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം. യെസ്, പേര് പറയൂ. ബിജു. ബിജു, ഓക്കെ. എന്താ ചെയ്യുന്നത്? ഞാൻ മ്യൂസിഷ്യനാണ്. ആണ്. അടിപൊളി. അപ്പോൾ ഈ എപ്പോഴും ആർട്ടിസ്റ്റുകൾ പറഞ്ഞ പോലെ ഒപ്പം സൈഡാണോ അതോ ഫുൾ ടൈം അതിലോട്ടാണ്? ഫുൾ ടൈം ആണ്. ഓക്കെ. അപ്പൊ എന്താ കൂടുതലും ട്രൂപ്പിന്റെ ഭാഗമാണോ അതോ കമ്പോസിംഗ് എന്താ കൂടുതലും ചെയ്യുന്നത്? അല്ല, ഞാൻ മെയിൻ കീബോർഡ്സ് ആണ്. പിന്നെ നമ്മള് ക്രിസ്ത്യൻ ഡിവോഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മള് കമ്പോസ് ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ അങ്ങനെ കമ്പോസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മള് ചാനൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കീബോർഡ് വായിക്കാൻ ചാനൽസിലേക്ക് പോകുന്നുണ്ട്. ഈ ട്രൂപ്പിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നത്? ട്രൂപ്പിന് നമ്മളിപ്പോ ഈ മറ്റേ ഫ്രീലാൻസ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മള് ഗാനമേളയാണെങ്കിൽ ഇപ്പൊ മെഗാ ഷോസിനൊക്കെ കുറച്ച് അങ്ങനെ പോകാറുണ്ട്. ചെയ്യും. ഇത് ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം ആയി, ഇത് നമ്മുടെ പാഷൻ പ്രൊഫഷൻ ആയി കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ തോന്നിയിട്ടുണ്ടോ എനിക്കിത് പാഷനായിട്ട് തന്നെ നിലനിർത്താൻ പറ്റുള്ളൂ, വേറെ വർക്ക് കൂടെ ഞാൻ അതിന്റെ ഒപ്പം കൊണ്ടുപോകണം, അങ്ങനെ സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്? അപ്പൊ എന്താ ചെയ്തിരുന്നത്? അപ്പൊ ഞാൻ വെൽഡറായിരുന്നു. രണ്ടുകൂടി ബാലൻസ് ചെയ്യാൻ പറ്റും. വെൽഡിങ് കഴിഞ്ഞിട്ട് ഞാൻ അതിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എറണാകുളത്തേക്ക് ചാനലുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ മീഡിയ ഹബ്ബായി അങ്ങനെ വന്നു. അപ്പൊ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ഫുൾ ടൈം അതിലേക്ക്. ആ സമയത്ത് ട്രൂപ്പിലും പോയിക്കൊണ്ടിരുന്ന് ജോലിക്കും പോകും. അപ്പൊ നീൻ ടീച്ചർ പറയൂ, എവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല, എവിടെ വർക്ക് ചെയ്യുന്നത്? സ്കൂളിൽ കല്ലൂര് സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഏത് ക്ലാസ്സിലെ പിള്ളേരെ? 5, 6, 7 UP ആണ്. ഏത് സബ്ജക്ട് മെയിൻലി ഡീൽ ചെയ്യുന്നത്? മാത്സ്, മലയാളം. മാത്സ് പ്രശ്നമാണ്. അപ്പൊ ശത്രുക്കൾ കൂടും അല്ലേ? കണക്കാണ് ഏറ്റവും കൂടുതൽ വരരുതേ എന്ന് പിള്ളേർ പ്രാർത്ഥിക്കുന്ന ഒറ്റ ടീച്ചറേ ഉള്ളൂ, അത് കണക്കാണ്. മക്കള് എത്ര പേരാ? 2 പേരാണ്. അവർക്ക് എന്താ ചെയ്യുന്നത്? മൂത്തയാള് മോളാണ്, അവള് +1. ഓക്കെ. ഇളയാള് ആൺകുട്ടിയാണ്, 5ാം ക്ലാസ്സിൽ. എന്താ പേര് രണ്ടുപേരുടെയും? മൂത്തയാളുടെ പേര് ആനറിൻ. ഇളയാള് ആരോൺ. സെയിം സ്കൂളിൽ തന്നെയാണോ? ഇല്ല, ഇവിടെ അടുത്ത് ഏലൂര്. അപ്പൊ എന്താ കൊടുക്കേണ്ട പണി? നമുക്കൊരു കല്യാണം കഴിച്ചൊരു പണിയല്ലേ അത് ആർക്കെ പണി കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, രണ്ടുപേർക്കും അങ്ങോട്ട് കിട്ടി കിട്ടിയില്ലേ അല്ലേ? സ്പെഷ്യൽ പണിയാണ്. അപ്പൊ എന്ത് വേണം നമുക്ക്? ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചാലോ? കുക്കിംഗ് ആണ്. ഓക്കെ, ഉപ്പുമാവ്. വൈ ഉപ്പുമാവ്? എന്താ ഉപ്പുമാവ് ഇഷ്ടമുള്ള ഐറ്റാണോ? ഉണ്ട്. ഉണ്ടാക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ? കാണാറുണ്ട്. അത് അല്ലെങ്കിൽ പ്രയാസമാവൂലേ? ഇവരുണ്ടാക്കി വെച്ചിട്ട് കഴിച്ചില്ലെന്ന് പറയും. അതെ, അതുകൊണ്ട് ഇപ്പൊ മക്കള് കഴിക്കാത്തതിന്റെ വിഷമമുണ്ട്. രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് അവര് കഴിച്ചില്ല, അവള് കഴിച്ചില്ലെന്ന് പറയും. നമ്മള് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? പ്രശ്നമല്ലേ? നമ്മളല്ലേ ഉള്ളൂ അല്ലേ? നമ്മൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ. യെസ്. അപ്പൊ എന്ത് മാവാ? റവ കൊണ്ടാണോ? അതുകൊണ്ട് റവ കൊണ്ട് തന്നെ. റവ വെച്ചിട്ട്. ഓക്കെ. അപ്പൊ ചേട്ടൻ തൃശ്ശൂർ ഗുരുവായൂർ. ഞാൻ ശൈലി വന്ന സമയത്തെ എല്ലായിടത്തും എത്തും. ഇത്ര നേരം വന്നില്ല. ചേട്ടൻവിളിയിൽ തൃശ്ശൂർ വരുമല്ലോ അല്ലേ? അപ്പൊ വിജയേട്ടൻ നോക്കിയാലോ? അപ്പൊ ടീച്ചറോട് ഇരിക്കേ വിജയേട്ടൻ വരും. അപ്പൊ നമുക്ക് പോയിട്ട് കിച്ചൺ കീഴടക്കിട്ട് വരാം. 8 മണി. വാ, കമോൺ. ചുവപ്പും അയാണല്ലോ മൊത്തം. ചുവപ്പും വെള്ളയും. അതെ. ഇന്ന് പണിയെടുത്ത് ചോര അതിന്റെ ചുവപ്പാണ്. അങ്ങനെ വന്നേക്കൊണ്ട് കുഴപ്പമില്ല, റെഡി ആയിട്ടിരിക്കുന്നത്. അതെ. സോ ഐറ്റം മാവാണ്. ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഇഷ്ടമാണ്. ഒരു ഐഡിയ ഉണ്ടല്ലോ, അവിടെ ഇഷ്ടപ്പെടണം, അതാണ് ആവശ്യം. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ അല്ല നിൽക്കണ്ടേ, ഇവിടെയാണ് അല്ലെ? ഇവിടെയാണ്. അപ്പൊ എന്തൊക്കെ വേണ്ടുന്നൊരു ധാരണ ഉണ്ടല്ലോ. എന്തൊക്കെയാ പറഞ്ഞോ? നമ്മള് എന്താ പറയാ, ആദ്യം ചട്ടി വേണമല്ലോ. ചട്ടി വേണം, വെളിച്ചെണ്ണ വേണം, കടുക് വേണം, പിന്നെന്താ പറയാ സവാള, പച്ചമുളക്, പിന്നെ തേങ്ങ ചേർക്കണം, റവ വേണം. മെയിൻ ഐറ്റം. ആദ്യം ഈ സാധനങ്ങൾ വേണമെങ്കിൽ കൊടുന്ന് വെക്കാം, എന്നിട്ട് ഓരോ പണിയിൽ തുടങ്ങാം. ഓക്കെ. റവ കിട്ടി, സവാള കിട്ടി, മുളക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഓ, മുളക് കൂടുവോ എരിവ്? അറിയില്ല, നോക്കാം. ഇത് ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. 4 പേർക്കുള്ള മാവിൽ അധികം മുളക് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എരിയാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം.
മാത്രമല്ല ഫാസ്റ്റ് ആയിട്ട് പോവാ അല്ലെ? അപ്പൊ നമ്മള് സവാള അരിയാനും സെറ്റാണ്. അടുക്കള കയറാറുണ്ടെന്ന് മനസ്സിലായി. ഇതുവരെ കഴിക്കാനാണെന്നാണ് ധാരണ. അതെ. നമുക്ക് ചട്ടി എടുക്കണം, തേങ്ങ ഇടണം. തുടങ്ങിക്കോളൂ, ആയുധങ്ങൾ എടുത്തോളൂ. സിനിമയ്ക്ക് എന്തെങ്കിലും കിട്ടും. ഭയങ്കര ധൃതിയാണല്ലോ. 5 മിനിറ്റ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കണം. സമയമില്ലാത്ത പോലെയാണല്ലോ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പറയാതെ പറഞ്ഞു. തേങ്ങ അപ്പൊ തേങ്ങ ചെറിക്കോളൂ. സൗണ്ട് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടുകാർ വന്ന് തേങ്ങ ചെറിയ സൗണ്ട് കേട്ടിട്ട് CID മൂസയിൽ പറഞ്ഞ പോലെ ബോംബ് വെച്ചിട്ടുണ്ട്, ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഓടിക്കോ ഫാസ്റ്റ് ആയി ചെയ്തോണ്ടിരിക്കാണ്. എന്താ തേങ്ങ അങ്ങനെ ഇടുന്നതിന്റെ ഇതൊക്കെ നമ്മുടെ വൈഫിന്റെ സ്ഥിരം ചെയ്യുന്ന നമ്പറുകളാണ്, പരിപാടികളാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ തേങ്ങ വെള്ളത്തിലിട്ട് ഉപ്പാവിനൊരു ചെറിയൊരു ടേസ്റ്റ് വരും. ഉപ്പാവ് വെറുതെ ആണെങ്കിലും തിന്നാം. ഓ, അല്ലെങ്കിൽ പിന്നെ നമ്മള് വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ വേണ്ട, ഇതല്ലാതെ കഴിക്കാം. വൈഫിന്റെ ഒരു റെസിപ്പിയാണ് അല്ലേ? അത് ഞാൻ ഉണ്ടാക്കിയപ്പോ എങ്ങനെയാവും എനിക്കറിയില്ല. അപ്പൊ തേങ്ങ അല്ലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പഞ്ചസാര ഇട്ടു, ഉപ്പും ഇട്ടു. ഓക്കെ, നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ ഗ്രൈൻഡർ എവിടെ നിന്ന് വാങ്ങിയേ? നല്ല സ്പീഡ് ഉണ്ടല്ലോ. ടിക്കറ്റ് 2x 1x ആയി. ഇത്ര സ്ലോ ആവണ്ട. ചൂടാവണല്ലോ ചട്ടി. ബാക്കി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ചോറ് കറികളൊക്കെ ആവുമല്ലോ അല്ലേ? അത് ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ചു പോയി. എന്ത് ഇങ്ങനെ സ്പീഡിൽ ഭക്ഷണം കഴിക്കാൻ വരെ സ്പീഡാണ്. എല്ലാം ഫാസ്റ്റ് ചെയ്യും. കല്യാണം പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടോ? എത്ര വയസ്സിലായിരുന്നു? 32. അത് മാത്രം അത്ര സ്പീഡാക്കില്ല. അത് കിട്ടണ്ടേ? കുറച്ച് വേപ്പിലയുടെ കൂടി ആവശ്യമുണ്ട് അല്ലേ? ഇനി എന്താ ഇതിലോട്ട് ചെയ്യാൻ? ഇനി നമ്മൾ ഈ തേങ്ങ വെള്ളം എല്ലാത്തേക്ക് ഒഴിക്കുക, തിളക്കുക, റവ ഇടുക, ഇളക്കുക, പിന്നെ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ അറിയാം ഉപ്പാവാണോ അല്ലയോ, റവ വെച്ചിട്ടുള്ള ഹലുവയാണോ, എന്തൊക്കെയാണോ, എന്തെങ്കിലും ആവും. എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് അത് തളയ്ക്കാനുള്ള ക്ഷമയില്ല. അപ്പൊ ഏതാണ്ട് റവയുടെ പാക്കറ്റ് എടുത്തിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുക ഇടാൻ വേണ്ടിട്ട്. പക്ഷെ അത് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല.
എടുത്ത് തല്ലാണ് മര്യാദക്ക് തിളക്കടാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാറുണ്ടോ? ഭീഷണിയാണ്. അല്ല ഇതെല്ലാം ചെയ്യാറുണ്ടോ? ഇല്ല, പുറത്തു പോവാ കഴിക്കുക. മാരീഡ് ആണോ? അല്ല, അതുകൊണ്ടല്ലേ പുറത്തു പോയി കഴിക്കണേ. അപ്പൊ ചെയ്യേണ്ടി വരും. സംഭവിക്കാതിരിക്കട്ടെ അടുത്തത്. റബ്ബ ഇടുന്നതിന് വരെ സ്റ്റൈൽ ഉണ്ട് അല്ലേ? കട്ട പിടിക്കാതിരിക്കാനാണോ? അതെ അതെ ഓ, നൈസ് നൈസ്. എങ്ങനെയുണ്ട്? എന്നെ സെറ്റാണാ? തെറ്റാ, ഒന്നും പറയാനില്ല. സ്ഥിരം ഡ്യൂട്ടി എടുക്കാൻ പറ്റുമോ കിച്ചണില്? ഒന്നും പറയാനില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉപ്മാവ് റെഡിയാണ്. എന്തായാലും ടീച്ചറെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇംപ്രൈസ് ചെയ്യിക്കാം അല്ലെ? അതെ. സോ അപ്പോ പ്ലേറ്റിലോട്ട് മാറ്റിയാലോ? മറ്റേ സാധാരണ ടീച്ചർ ഉണ്ടാക്കി തരുന്ന മാവ് സ്വയം നോക്കുമ്പോ എങ്ങനെ തോന്നണം? ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതുപോലെയൊക്കെ തന്നെ തോന്നുന്നു. ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് ടീച്ചർ കൂടെ തോന്നണം. എന്നാലും അതെ, ടീച്ചറിൻ്റെതായ ചില ഉണ്ടോ? പ്രത്യേകിച്ച് ടീച്ചറും കൂടിയാണ്. അതെ 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 പ്രശ്നങ്ങളുണ്ട്, ഉണ്ടാവും. അത് അഭിമുഖീകരിക്കേണ്ടി വരും. എല്ലാ സൈഡിലും കണ്ണാൻ ടീച്ചറാണ്. അതെ, എന്റെ ടീച്ചർ മാത്രമല്ല, പൊതുവെ ടീച്ചർ. അപ്പോ എടുക്കാൻ സ്പൂൺ എന്തെങ്കിലും വെക്കണം അതിന്റെ ഒപ്പം? എടുക്കാം. നല്ല ആവി പറക്കണ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്നേഹത്തോടെ എന്നെ വിളിക്കാറ്, സ്നേഹം കൂടുമ്പോ നീനു തന്നെ നീനു തന്നെ വിളിക്കണം അല്ലേ? പേര് തന്നെ വിളിക്കണം. അപ്പൊ ആ സ്നേഹത്തോട് നീനു വിളിച്ചേ കേക്കട്ടെ. ഇങ്ങനെയാണ് റൊമാൻറ്റിക് യെസ്. സോ ടീച്ചറെ മെല്ലെ ഇനി നമ്മുടെ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ സ്റ്റാഫ് റൂമിലാണ്. പിള്ളേരെ പേപ്പർ വരുന്ന പോലെ ഉപ്മാവ് ഇപ്പൊ കയ്യിൽ വരും. ഓക്കെ, ആ മൈൻഡ് സെറ്റിൽ ഇരിക്കണം. സൈലൊക്കെ കെട്ടിയവനാണ്, യാതൊരു പരിഗണനയും പാടില്ല. ഉള്ളതുപോലെ പറയുക. അതെ, ടേസ്റ്റ് ചെയ്യും. അതല്ലാതെ വേറെ അങ്ങനെയല്ല, ടീച്ചറിൽ നിന്ന് കിട്ടുന്ന അതേ മാവന്നെ ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. അതായത് ടീച്ചറിന് അങ്ങനെ ഒരു മാവുണ്ടെന്ന് കൂടെ കഴിക്കാൻ ഒന്നും വേണ്ട, തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന പറഞ്ഞേ. നന്നായിട്ടുണ്ട്. ഞാനിടുമ്പോ ഒരു ഇച്ചിരി കൂടി മധുരം മുന്നിൽ നിൽക്കും. അപ്പൊ നമുക്ക് കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാം. ഇച്ചിരി ഇത് ഇത്തിരി മധുരം കുറവാണെന്നേ ഉള്ളൂ, എന്നാലും ആ സോഫ്റ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാം കറക്റ്റ്. ടീച്ചർ എത്ര മിനിറ്റ് കൊണ്ട് സാധാരണ മാവ് ഉണ്ടാക്കാറ്? എനിക്ക് അധികം സമയമൊന്നും വേണ്ട. എന്നാലും ഇത് 1.5 മിനിറ്റിൽ പോകുന്നുണ്ട്. പൊതുവെ സ്പീഡ് കൂടുതലാണ്, എല്ലാത്തിനും സ്പീഡ് കൂടുതലാണ്. എനിക്ക് ഇത് ഉണ്ടാക്കണ കട്ട് ചെയ്തൊക്കെ തരും, പെട്ടെന്ന് ഉണ്ടാക്കാൻ. ഞാൻ ടാങ്ക് കൊണ്ടങ്ങോട്ട് പോണതേ കണ്ടു, അതേ ചോദിച്ചു. ഭയങ്കര സ്പീഡായിട്ട് എല്ലാം സ്പീഡാ, ഭയങ്കര സ്പീഡാ. ഓക്കെ, എനിക്ക് അത്രക്ക് സ്പീഡില്ല, എന്നാലും ആവശ്യത്തിന് ചെയ്യും. അപ്പൊ എങ്ങനെ, എത്ര മാർക്ക് കൊടുക്കാം? ഞാൻ 10ൽ 10 കൊടുക്കും. എത്ര കൊല്ലായി ടീച്ചറായിട്ട്? ഈ കാലത്ത് കൊടുത്തിട്ടുണ്ടോ? സാധാരണ പറയും എല്ലാ ഉത്തരം ശരിയായി കഴിഞ്ഞാൽ 1 മാർക്ക് കുറച്ച് പറയും. അതേപോലെ ഒന്ന് കുറക്കേ ഉണ്ട് അല്ലേ? സ്പീഡായി ചെയ്തിട്ടുണ്ട്, ഭംഗിയായി ചെയ്തിട്ടുണ്ട്. തൊടുകൈ അടിപൊളി ഉണ്ട്. ഞാനൊന്ന് കഴിച്ചോട്ടെ. ഈ ടീച്ചർ ആദ്യം പറഞ്ഞുകൊണ്ട് റിസ്ക് എലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ കഴിക്കാറുണ്ട്, കുറവാ, വലിയ താല്പര്യമില്ല. പക്ഷെ ഇത് തന്നെ ഒന്ന് കഴിക്കാം, രസമുണ്ട്. ആ തേങ്ങ ചിരകേന്റെ സ്പീഡ് കൊണ്ടാണെന്നറിയില്ല, തേങ്ങ കൊത്ത് വരെ പെട്ടിട്ടുണ്ട് ഇതില്. അപ്പോൾ പണിയാണെന്നുണ്ടെങ്കിലും ശരിക്കും വിജയേട്ടൻ നീ ഇവിടുന്ന് തുടർന്ന് പണി കിട്ടാനുള്ള വകുപ്പുണ്ട്. ഗംഭീര ഉപ്മാവാണ്, ഏകദേശം സംശയമില്ല. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള വകുപ്പായിട്ടുണ്ട് അല്ലേ? അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. സോ എന്തായാലും പണി ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി പണി കൊടുത്ത ആൾക്ക് പണി കൊടുക്കാനുള്ള സമയം കൂടിയാണ്. അപ്പൊ നമുക്ക് പോയാലോ?
അപ്പോൾ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഫൺ സെഗ്മെന്റിൽ കാണാം. അങ്ങനെ നമ്മുടെ ഇനി ഫൺ സെഗ്മെന്റുള്ള സമയമാണ്. ഒരുപാട് കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ പ്രാർത്ഥന പോലെ ഒരു കണക്ക് ടീച്ചർക്ക് പണി കൊടുക്കാനുള്ള സമയത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ടീച്ചർ നമസ്കാരം. യെസ്. അപ്പോൾ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? സ്കൂളിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് കാണുന്ന സമയത്ത് നിൽക്കാറുണ്ടോ? ഗെയിംസിലൊക്കെ നിൽക്കാറുണ്ട് ഉണ്ടല്ലേ? അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഒന്നും ഇല്ല. വളരെ സിമ്പിൾ പരിപാടിയാണ്. ടീച്ചർ ആയതുകൊണ്ട് തന്നെ യെസ്, ഈ ഉള്ള സ്റ്റിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല, വായിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാൻ എടുത്തിട്ട് ഇതിൽ കൊണ്ട് വയ്ക്കുക. അങ്ങനെ 2 ക്യാൻ വെച്ച് അതിന്റെ മേലേക്ക് ഒന്ന് ഒരു മിനി പിരിമിഡ് പരിപാടി. കൈയില്ല, കൈയായിട്ടൊരു ബന്ധമില്ല, 2 കൈ ബാക്കിൽ കെട്ടണം. കുറെ പിള്ളേരെ കൈ കെട്ടിച്ച് നടത്തിച്ചല്ലേ? ഓക്കെ, റെഡി? സോ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റെഡി. സോ ആയുധം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ മാത്രം ആയുധം കയ്യിലെടുത്തോളൂ, കൈ കെട്ടിക്കോളൂ. സോ ഗൈസ്, ടീച്ചർക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട്, നിങ്ങൾക്കും പിടികിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ കൈയുള്ള ഇത് 1 മിനിറ്റ് ആകുമ്പോൾ നിൽക്കും. റെഡി? റെഡി. യാ. സോ 3, 2, 1, ഹിയർ വി ഗോ. പെട്ടെന്ന് നമ്മൾ അതിന് സ്ട്രോ വെച്ചിട്ട് വെള്ളം കുടിക്കാനല്ല, സൈഡിൽ കോട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. വീണത് വേണമെങ്കിൽ കൈ കൊണ്ട് എടുത്ത് വെക്കാം. യെസ്, നമ്മൾ ആദ്യം ഇത് ഇവിടുന്ന് എടുത്ത് അവിടെ വെക്കണം. എന്നിട്ടാണ് ഓക്കെ. ഡൈനിങ് ടേബിൾ ചില്ലാണ്, പൊട്ടിക്കരുത്, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് കുറച്ചുകൂടി നേരെ പിടിക്കുകയാണെങ്കിൽ നടക്കും. നമ്മൾ ചില സ്ട്രോ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോകട്ടെ. ഓക്കെ, കുറച്ചുകൂടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം 15 സെക്കൻഡ്സിലോട്ട് പോവാണ്. പെട്ടെന്ന്. ഓക്കെ, നമുക്ക് ഡൈനിങ് ടേബിൾ വേറെ നോക്കാം. കൗണ്ട് ഡൗൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങാണ്. 5, 4, 3, 2, 1. കുഴപ്പമില്ല, കുറെ സ്റ്റുഡൻസിന് സമാധാനം കിട്ടിയത്. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. കുറെ നോക്കി, വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചില്ല് പൊട്ടിയില്ല. അതെ, ജയിക്കാണെങ്കിൽ സൂര്യ കോമഡിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മിസ്സായി. പക്ഷെ ഞങ്ങൾ നിരാശപ്പെടുത്തി വിടില്ല ആരെയും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറെ അധികം സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഉണ്ട്. ഓക്കെ, തരട്ടെ? ഓക്കെ. അപ്പൊ ബിജുചേട്ടനെയും നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടാത്ത 2 പേരും കൂടി ഉണ്ട് അല്ലേ? സോ അവരെ കൂടി വിളിച്ചോളൂ. യെസ്. സോ ഗിഫ്റ്റും റെഡിയാണ്. വാങ്ങാനുള്ള 2 പേരും കൂടെ ചേർന്നിട്ടുണ്ട്. സോ ഹായ്. ഹലോ. പേര്? ആനറി. പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ 2 ആളിനെയും കാണാൻ പറ്റിയില്ല. എന്താ പേര്? ആരോൺ. ആനറി ആൻഡ് ആരോൺ അല്ലേ? ആരാ ഇതിലെ കുറച്ചും കൂടി ടീച്ചർ മോഡും കീബോർഡിസ്റ്റ് ആയിട്ട് വന്നുള്ളതൊക്കെ ആരാ? കീബോർഡ് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ഡ്രംസാ പഠിക്കുന്നത്. ആനറിനോ? വയലിൻ. അടിപൊളി. അപ്പൊ എന്തായാലും ഇനി അല്ലേ ഗിഫ്റ്റ് കൊടുക്കാലോ അല്ലേ? യാ. സോ ഫസ്റ്റ് ഗിഫ്റ്റ് റെഡിയാണ്. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്ത്വെയർ ബ്രാൻഡിന്റെ ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. സോദാ. ഇനി തേങ്ങ ചിരകേണ്ട, വറുക്കേണ്ട വറുത്ത കറിക്കൂട്ടുകൾക്ക് പയ്യന്നൂരിന്റെ പെരുമ. പൊതുവാൾ ഫുഡ് പ്രൊഡക്ട്സിന്റെ തേങ്ങ അരച്ച കറിക്കൂട്ടുകൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ലഭ്യമാണ്. സോ പഴമയുടെ പുതിയ രുചിക്കൂട്ട്, 10,000 ഫുഡ്സ് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത അച്ചാറുകൾ, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഹാപ്പി അല്ലേ? ഉണ്ട്. അപ്പോൾ ഇതേപോലെ പാട്ടും വിശേഷങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ. നിങ്ങൾ കാണുമ്പോൾ തന്നെ സംഗീതം കൂട്ടുപിടിക്കുമ്പോൾ എല്ലാം ഭംഗിയാവും എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും ഒരു ഹാപ്പി ഫാമിലി കൂടെ ഇന്ന് ഫൺ ഫാമിലിയുടെ റൈഡിൽ കിട്ടിയെന്ന് കൂടിയും പറയാം. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പോൾ താഴെ കാണുന്ന മെയിൽ ID-യിൽ ഇപ്പോൾ തന്നെ ഡീറ്റെയിൽസ് അയച്ചോളൂ. ഞങ്ങൾ നിങ്ങളെയും തേടി വരും ഇതുപോലെ കുറേ അധികം സമ്മാനങ്ങളും പണികളുമായിട്ട്. റെഡി? സോ പുതിയൊരു എപ്പിസോഡിൽ കാണാവുന്നവരേക്കും ടാറ്റ കൊടുത്തേ. ബൈ.